അയത്തുള്ള അലി ഖൊമേനിയ കൊല്ലപ്പെട്ടു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം രാവിലെ മുതൽ തന്നെയുണ്ട്. ഇന്ന് അല്പം മുമ്പ് ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നടത്തിക്കഴിഞ്ഞു. പുതിയ നേതാവിനെ തെരഞ്ഞെടുത്തു എന്ന പ്രഖ്യാപനവും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് നിരവധി പ്രൊസീജിയർ അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മളോട് ചേർത്ത് വെക്കണം. പരമോന്നത നേതാവ് അന്തരിച്ചാൽ അധികാരം കൈമാറുന്നതിന് ഇറാൻ്റേതായ ചില നടപടിക്രമങ്ങളുണ്ട്. വ്യക്തമായ ചില നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇറാൻ പ്രസിഡന്റ്, ജുഡീഷ്യറി തലവൻ, ഗാർഡിയൻ കൗൺസിലിൽ നിന്നുള്ള ഒരു പുരോഹിതൻ എന്നിവരടങ്ങുന്ന 3 അംഗ സമിതിയാകും ആദ്യം രാജ്യം ഏറ്റെടുക്കുക. അതിനുശേഷം സെക്യൂരിറ്റി നാഷണൽ കൗൺസിൽ സെക്രട്ടറിയായ അലി ലാരിജാനിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകിയതായും ചില രാജ്യാന്തര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തീരുമാനങ്ങളിലേക്ക് പോവുക. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മതപണ്ഡിതരാണ് ഈ സഭയിലുള്ളത് എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവർ അടിയന്തരമായി യോഗം ചേരും. അസംബ്ലി ഓഫ് എക്സ്പേർട്സ് പരിഗണിക്കുന്ന വ്യക്തിക്ക് മികച്ച ഇസ്ലാമിക് പാണ്ഡിത്യം, നീതിബോധം, ഭക്തി, ശരിയായ രാഷ്ട്രീയ സാമൂഹിക കാഴ്ചപ്പാട്, ധൈര്യം, ഭരണ നിപുണത എന്നിവയുണ്ടാകണം എന്നുള്ളതും പ്രധാനമാണ്. അസംബ്ലി അംഗങ്ങളിൽ ഭൂരിപക്ഷവും ഒരാളെ പിന്തുണച്ചാൽ അദ്ദേഹത്തെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കും. അതുവരെ താൽക്കാലിക സമിതി ഭരണപരമായ തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, അയത്തുള്ള ഖമേനിയുടെ മകൻ, മരുമകൾ, ചെറുമകൻ, മകൾ എന്നിവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞ പശ്ചാത്തലം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം കൂടി അവകാശപ്പെടാനില്ല. ഏതായാലും വലിയ തോതിലുള്ള ആക്രമണം ഇപ്പോഴും തുടരുന്നു ഇറാനിൽ എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് പുതിയ അധികാര കേന്ദ്രത്തിലേക്ക് ഇറാൻ എത്തുകയാണ്. എന്താണ് ഇപ്പോഴത്തെ തീരുമാനം? രഞ്ജിത്ത്, ഇപ്പോൾ പുതിയ തീരുമാനങ്ങൾ അനുസരിച്ച് IRGCയുടെ പുതിയ കമാൻഡർ ഇൻ ചീഫിനെ ഇറാൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. IRGCയുടെ കഴിഞ്ഞ കമാൻഡർ ഇൻ ചീഫ് അത് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് വിവരങ്ങളുണ്ടായിരുന്നു. മുഹമ്മദ് പക്ബർ അദ്ദേഹമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ഇദ്ദേഹത്തിന് പകരമായി പുതിയ കമാൻഡർ ഇൻ ചീഫിനെയാണ് IRGCയുടെ ഭാഗമായി ഇപ്പോൾ പുതുതായി അധികാരത്തിലേറി ചുമതലയേറ്റിട്ടുള്ളത്. ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദിയാണ് ഈ മുഹമ്മദ് പക്ബറിന് പകരമായി അധികാരത്തിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇനി IRGCയുടെ പോരാട്ടങ്ങൾക്കെല്ലാം ഈ ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദി ആയിരിക്കും നേതൃത്വം നൽകുക. ഈ IRGC ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന പോരാട്ടങ്ങളിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് IRGCയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് ഖമനയുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ട്രംപ് ഇട്ട പോസ്റ്റിൽ അദ്ദേഹം അടക്കം സൂചിപ്പിക്കുന്നത് ഈ IRGCയുടെ കാര്യമാണ്. അതായത് IRGCയുടെ പല ഉദ്യോഗസ്ഥർക്കും ഇപ്പോൾ നിലവിലുണ്ടാകുന്ന സംഘർഷങ്ങളിൽ എതിർപ്പുണ്ട്. അവർ ഇപ്പോൾ അങ്ങനെ യുദ്ധം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ കീഴടങ്ങിയാൽ അവരെ വെറുതെ വിടും, അല്ലെങ്കിൽ മരണം നിശ്ചയമായിരിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ഈ IRGCക്ക് നിരന്തരമായി ട്രംപ് ഉൾപ്പെടെ ഈ ഭീഷണി ഉയർത്തുന്നത് അത് വെറുതെ തള്ളിക്കളയാവുന്ന ഒരു ഘടകമല്ല. കാര്യം IRGCയുടെ ആക്ടിംഗ് സോൾജേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. അതിൽ തന്നെ 1 ലക്ഷത്തിലധികം സൈനികർ ഇപ്പോൾ കരസേനയിൽ സജ്ജമായി പോരാട്ടത്തിൽ സജീവമായിട്ടുണ്ട്. 10,000 അംഗങ്ങൾ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിലനിൽക്കുന്നുണ്ട്. 20,000 അംഗങ്ങൾ അവരുടെ നാവികസേനയിലുണ്ട്. അതുപോലെ തന്നെ ഇറാൻ എന്ന് പറയുന്നത് സൈനികാഭ്യാസം നിർബന്ധിതമാക്കിയിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ 6 ലക്ഷം റിസർവ്ഡ് ഫോഴ്സ് അംഗങ്ങൾ ഈ IRGCയുടെ ഭാഗമായി അണിയറയിലുണ്ട്. അപ്പോൾ ഈ 2 ലക്ഷവും 6 ലക്ഷവും കൂട്ടി 8 ലക്ഷം സേനാംഗങ്ങളുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു സൈനിക വിന്യാസമുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഇനി മുന്നൊരുക്കങ്ങൾ, ഇവരുടെ ഇനി മുന്നോട്ടുള്ള തീരുമാനങ്ങൾ, ഇതെല്ലാം ഈ പോരാട്ടത്തിൽ തീർച്ചയായിട്ടും നിർണായകമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാനിൽ ഈ പുതിയ ഭരണാധികാരി ആയത്തുള്ള അലി ഖമനയുടെ പിന്തുടർച്ച അവകാശി ആരായിരിക്കും എന്ന് തീരുമാനിക്കാനുള്ള യോഗങ്ങൾ അത് ഉടൻ തന്നെ ആരംഭിക്കും എന്നാണ് ഇറാനിലെ ന്യൂസ് ഏജൻസി ആയിട്ടുള്ള ഇർന വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഒരു 3% കൗൺസിൽ ഇതിനായി രൂപീകരിക്കും. അതായത് ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആയിരിക്കും ഇതിൻ്റെ ഒരു ചെയർമാൻ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, പ്രസിഡന്റിനോടൊപ്പം അതുപോലെ ജുഡീഷ്യറിയുടെ ചീഫും അതുപോലെ തന്നെ ഗാർഡിയൻ കൗൺസിലിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവും ഉൾപ്പെടെയായിരിക്കും ഈ ഒരു മറ്റൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഖമനേയുടെ മകൻ മൊജ്തബ ഖമനേയി ആണ്
അടുത്ത നേതാവ് എന്നതുകൂടി ഇപ്പോൾ പുറത്തു വരുന്നു. ഇറാനെ ഇനി മുജ്തബ ഖമേനിയെ നയിക്കും എന്നാണ് ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത നേതാവായി മുജ്തബ ഖമേനിയെ പിൻഗാമിയായി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന പശ്ചാത്തലം ഏറെ പ്രാധാന്യമുള്ളതാണ്. അയത്തുള്ള ഖമേനിയുടെ മകനാണ്, ഇറാന്റെ ഭരണത്തിൽ പരിചയമുള്ള ആളാണ് എന്ന് മനസ്സിലാക്കുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട അംഗീകാരം ലഭിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അയത്തുള്ള ഖമേനിയുടെ മകൻ തന്നെ ഇതിൻ്റെ പിന്തുടർച്ചാവകാശത്തോടു കൂടി വരുമ്പോൾ, മുജ്തബ വരുമ്പോൾ അത് ഇറാനിലെ വലിയ ഒരു അംഗീകാരം കിട്ടാനുള്ള പശ്ചാത്തലവും മറ്റുമുണ്ട്. പക്ഷേ മുജ്തബ എവിടെയാണ് എന്ന കാര്യത്തിലും മറ്റും കൃത്യമായ തീരുമാനങ്ങൾ, കൃത്യമായ വിവരങ്ങളില്ല. മുജ്തബയൊക്കെ ഒരു പക്ഷേ ഒളിസങ്കേതങ്ങളിലായിരിക്കാം, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായേക്കാം. കാരണം അമേരിക്കയുടെ റഡാറിൽ ഒരു പക്ഷേ മുജ്തബ ആരാണ് എന്നുള്ളത് അമേരിക്ക കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എവിടെയാണ് ഇസ്രായേൽ അടക്കം മനസ്സിലാക്കിയാൽ അത് വലിയ തോതിൽ മുജ്തബയുടെ ജീവന് തന്നെ ഭീഷണിയായി മാറും, സംശയമില്ല. ഒരിക്കലും അമേരിക്ക അംഗീകരിക്കാത്ത ഒരാൾ കൂടിയായി മുജ്തബ മാറാനുള്ള സാധ്യതയാണുള്ളത് അല്ലേ? ഈ മുസ്തഫ ഖമനയുടെ കാര്യം അത് ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഖമനയുടെ രണ്ടാമത്തെ മകനാണ് മുസ്തഫ ഖമനേയി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് അവിടുത്തെ സൈന്യത്തിലും അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയിലും നിർണായക പങ്കുകൾ വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇദ്ദേഹം തന്നെ അടുത്ത് ഇറാനെ നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഉടൻ തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് പല നേതാക്കളും ഇത്തരത്തിൽ ഈ ഖമനയുടെ മരണത്തെ തുടർന്ന് പരിഗണനയിലുണ്ട്. ഇതെല്ലാം ഇപ്പോൾ നിലവിൽ ഈ ഒരു അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സമിതി ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ അതിനെ സംബന്ധിച്ചിപ്പോൾ ഉടൻ തന്നെ തീരുമാനം ഉണ്ടായേക്കാം. ഇപ്പോൾ മുജ്തബ ഖമനേയി അല്ലാതെ മറ്റ് ചില നേതാക്കളെന്ന് പറയുന്നത് അലി ലാരിജാനി, അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നേതാവായിട്ടുള്ള അലി ലാരിജാനി ഒരു പരിഗണിച്ചിട്ടുള്ള ഒരു പേരാണ്. അതുപോലെ അവിടുത്തെ മതപഠനശാലകളുടെ തലവനും അസംബ്ലി ഓഫ് എക്സ്പേർട്സിൻ്റെ തലവനുമായിട്ടുള്ള അലി റസ റാഫി ഒരു പരിഗണനയിലുള്ള പേരാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു മുതിർന്ന മത നേതാവായിട്ടുള്ള അഹമ്മദ് ഖത്താഫി, ഇതും ഒരു നിർണായകമായിട്ടുള്ള ഒരു പേരാണ് ഈ അടുത്ത് അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളവരുടെ കൂട്ടത്തിലുള്ളത്. എന്നാലിപ്പോൾ മുജ്തബ ഖമനയുടെ പേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉയർന്ന് കേൾക്കുന്നത് എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇദ്ദേഹവും മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും ഇദ്ദേഹം അധികാരത്തിൽ കയറുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്ത. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.